വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡില് അങ്ങനെ ആ CIയുടെ ചന്ദ്രബോസിന്റെ കൈ വിഷ്ണു തടയുകയാണ്. അന്നേരം പോലീസുകാരൻ്റെ കൈ തടയുന്നോടാന്ന് അങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം തൊട്ടാൽ പൊള്ളും സാറേ, ഇത് വിഷ്ണുവിൻ്റെ പെണ്ണാണ്, അധികം കളിക്കാൻ നിൽക്കല്ലേ എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം കൈ ഇറുക്കി പിടിച്ചിരിക്കുകയാണ് വിഷ്ണു. സാറ് പോകാൻ നോക്ക് എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. പക്ഷേ ഒരുവിധം ആ കൈ തട്ടി മാറ്റിയിട്ട് അധികം കളിക്കാൻ നിൽക്കണ്ടെന്ന് വിഷ്ണു ഒന്നുകൂടി പറയുകയാണ്. പക്ഷേ ചന്ദ്രബോസ് വിടുന്നില്ല. ചന്ദ്രബോസ് ഒന്നുകൂടി കളിച്ചാൽ നീ എന്ത് ചെയ്യടാന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണുവിനെ അടിക്കാനായിട്ട് കൈയോങ്ങുകയാണ്. വിഷ്ണുവിനെ അടിക്കാൻ കൈയോങ്ങുന്നുണ്ട്. അന്നേരവും വിഷ്ണു കൈ പിടിക്കുകയാണ്. സാറേ, ഞാൻ പറഞ്ഞതാണ് അധികം കളിക്കാൻ നിൽക്കണ്ടെന്ന്. ഇനി കളിക്കാൻ നിന്നാൽ കൈ തടുക്കുക മാത്രമല്ല ഒടിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും വിഷ്ണു ആ കൈ വിടുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസ് ആണെങ്കിലോ പോവാൻ കൂട്ടാകുന്നില്ല. പോലീസുകാരൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞ് വീണ്ടും അവൻ വിഷ്ണുവിനെ അടിക്കാനായിട്ട് ഇങ്ങനെ വീണ്ടും കൈ വയ്ക്കുമ്പോൾ, സാറേ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഇനി സാർ എന്തായാലും കുറച്ച് കളി പഠിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് കൈ നന്നായിട്ടങ്ങ് വിഷ്ണു തിരിക്കുകയാണ്. അതൊക്കെ മറ്റേ കോൺസ്റ്റബിളും വിജിലയും കുറേ നാട്ടുകാരും ശാലിനിയും ഒക്കെ അങ്ങ് നോക്കിയിരിക്കുകയാണ്. ശാലിനി അതിനൊക്കെ ഒത്തു നിൽക്കുകയാണ്. വിഷ്ണു അങ്ങനെ ചെയ്യുന്നത് തെറ്റില്ല എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഈ സമയത്താണ് ശ്രീരഞ്ജിനി അതുവഴി വണ്ടിയിൽ വന്ന് മറു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ശ്രീരഞ്ജിനി കാണുകയാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ വിഷ്ണു എന്നിങ്ങനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു ആ കൈ അങ്ങ് വിടുന്നുണ്ട്. എന്നിട്ട് ശ്രീരഞ്ജിനിയെ കാണുമ്പോൾ എല്ലാവരും സല്യൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ചന്ദ്രബോസ് ഇയാളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇവൻ എൻ്റെ കൈ തടഞ്ഞു മാഡം, എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീരഞ്ജിനി പറയുകയാണ്, പതുക്കെ പറയടോ, പോലീസുകാർക്ക് തന്നെ മാനക്കേടാണ് എന്ന് പറഞ്ഞിട്ട് തന്നോട് ആ സ്ഫോടന കേസിലെ പ്രതികളെക്കുറിച്ച് അന്വേഷിക്കാനല്ലേ പറഞ്ഞത്, പിന്നെ താനെന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്, അത് ചെയ്യാൻ നോക്ക് എന്ന് പറയുമ്പോൾ, എന്നാലും മാഡം ഇവൻ എന്ന് പറയുമ്പോൾ ഇവൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, താൻ പോവാൻ നോക്കെന്ന് പറയുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോട് പതിയെ പറയുന്നുണ്ട്, നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. അന്നേരം വിഷ്ണു ഒന്ന് മൂക്കൊക്കെ ഇങ്ങനെ ചീറ്റിയിട്ട് എനിക്കും കാണണം എന്നിങ്ങനെ പതിയെ തന്നെ പറയുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് അങ്ങ് പോകുന്നുണ്ട് അവിടെ നിന്ന്. പക്ഷേ ശ്രീരഞ്ജിനി ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. വിഷ്ണുവിനെയും ശാലിനിയും നോക്കിയിട്ട് രണ്ടും കയറിക്കോ വണ്ടിയിലെന്ന് പറയുകയാണ്. അന്നേരം രഞ്ജിനി ചേച്ചി എന്നിങ്ങനെ ശാലിനി വിളിക്കുമ്പോൾ, രഞ്ജിനി ചേച്ചിയോ, ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്നത് നിസ്സാര കുറ്റമാണെന്നാണോ കരുതിയത്, രണ്ടും അങ്ങോട്ട് വണ്ടി കയറെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി വിജിലയോട് കടയൊന്ന് നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞിട്ട് ശ്രീരഞ്ജിനിയുടെ വണ്ടിയിൽ വിഷ്ണുവും ശാലിനിയും കൂടി കയറി പോവുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് അങ്ങ് ആകെ ദേഷ്യത്തിലാണ് ജീപ്പിലിരുന്ന് പോകുന്നത്, അത് കാണിക്കുന്നുണ്ട്. പിന്നീട് ശ്രീരഞ്ജിനിയും വിഷ്ണുവിനെയും ശാലിനിയെയും വണ്ടിയിൽ കൊണ്ടുപോകുന്നതും കാണിക്കുകയാണ്. പക്ഷേ ശ്രീരഞ്ജിനി ആകെ അങ്ങ് ഗൗരവത്തിലിരിക്കുകയാണ്. ഒന്നും മനസ്സിലാകാതെ വിഷ്ണു ശാലിനിയും വണ്ടി തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഇനി ചിലപ്പോൾ ആ രോഹിതിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരിക്കാം ശ്രീരഞ്ജിനി വിഷ്ണുവിനെയും ശാലിനിയെയും വിളിക്കാനായിട്ട് വന്നത്. ഇതേ സമയം നമ്മുടെ സുസ്മിതയുടെ വീട്ടിൽ സുസ്മിതയാണെങ്കിൽ കട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നെറ്റിയിൽ ഇങ്ങനെ കൈവൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. ഉള്ളി ഫലിച്ചില്ലേ, പനിയൊന്നും വരുന്നില്ലല്ലോ, ഉള്ളിയിൽ വരെ മായമല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സമയത്താണ് സുസ്മിതയെന്നും പറഞ്ഞ് ഭാമ താഴേന്ന് വിളിക്കുന്നത്. അന്നേരം മൂടി പുതച്ചങ്ങ് കിടന്നിട്ട് അഭിനയം തുടങ്ങിയേക്കാന്നും പറഞ്ഞ് സുസ്മിത തൻ്റെ അടുത്ത അടവ് തുടങ്ങുകയാണ് അവിടെ. തുടർന്ന് സുസ്മിതയങ്ങ് മൂടി പൊതിച്ച് കിടക്കുന്ന കണ്ടിട്ട് ഭാമ ചോദിക്കുകയാണ്, ഇത് എന്ത് കിടപ്പാണെന്നും പറഞ്ഞാൽ ഷീറ്റ് മാറ്റുന്നുണ്ട്. അന്നേരം ഇങ്ങനെ വയ്യാത്ത പോലെ കണ്ണൊക്കെ ഇങ്ങനെ വലിച്ചു തുറന്ന് നോക്കുകയാണ്. അന്നേരം പൊന്നു പറഞ്ഞു മോക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് നെറ്റിയിലേക്ക് കൈവച്ച് നോക്കുകയാണ്. എന്നിട്ട് പുറമേ ചൂടൊന്നും ഇല്ല എന്ന് പറയുകയാണ് ഭാമ. അന്നേരം ഉള്ളിലാണ് പനി ആൻറ്റി, ഇന്നലെ രാത്രി മുതൽ കുളിരാണ്, പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് നടന്നേ ഉള്ളൂ, ഭയങ്കര ക്ഷീണം, ശരീരവേദന എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്. എങ്കിലും ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട ആൻറ്റി, ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്, അങ്ങ് പൊയ്ക്കോളും. പിന്നെ തലവേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, തല വെട്ടി പിളരുന്ന വേദനയാണ്, തലയ്ക്കകത്ത് ഒരു മരം വളർന്നു നിൽക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, ആൻറ്റി ആരെങ്കിലും എന്നെ കാണാൻ വന്നാലൊന്ന് പറഞ്ഞേക്കണേ, എന്നെ വിളിക്കണ്ടെന്ന്. അന്നേരം അതിനെന്താ, ഞാൻ പറഞ്ഞോളാം, ഫോണും അങ്ങ് മാറ്റി വെച്ചേരാ എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ, ആൻറ്റി എനിക്കൊരു സഹായം ചെയ്യണം, ഭാമ ആൻറ്റി അടുത്തിരുന്നാൽ എന്തോ ഒരു ആശ്വാസമാണ്, ഇവിടെ ഇരിക്കാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അതിനെന്താ, ഞാൻ ഇരിക്കാമല്ലോ, മോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ തലയൊക്കെ ഇങ്ങനെ തലോടുകയാണ്. അന്നേരം തൻ്റെ അടവ് വിജയിച്ച രീതിയിൽ സന്തോഷത്തോടെ സുസ്മിത അങ്ങ് കിടക്കുകയാണ്. അപ്പോൾ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യാൻ വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ് പക്ഷെ അവിടെ സുസ്മിതയുടെ ഉദ്ദേശം. തുടർന്ന് രാഘവൻ നായർക്ക് പൊന്നി ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സുസ്മിത ഇങ്ങോട്ട് കണ്ടില്ല, അവൾ എവിടെയും ചോദിക്കുകയാണ്. അന്നേരം പനിയാണെന്ന് പറഞ്ഞ് മൂടിപ്പോയിച്ച് കിടപ്പാണ്, രാവിലെ ഇവിടെ തുള്ളിച്ചാടി നടക്കുന്നത് കണ്ടു, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഉള്ളി വാങ്ങിക്കൊണ്ട് പോയി, ഇനി അതാണോ തിന്നതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അന്നേരം ഉള്ളി തിന്നാനോ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം അതിൻ്റെ ഭക്ഷണ രീതിയൊക്കെ ഒരു വിചിത്രമാണ്, ചിലപ്പോൾ ചിക്കനും മട്ടനും ഒക്കെ മൂക്കുമുട്ടെ തിന്നുന്നത് കാണാം, ചിലപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ ഇലയും കാന്താരി മുളകും ഒക്കെ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം,
ശരീര സംരക്ഷണത്തിനാണെന്നാണ് ചോദിച്ചാൽ പറയുന്നതെന്ന്. അന്നേരം അതുപോലെ മനസ്സും കൂടി സംരക്ഷിച്ചാൽ മതി എന്ന് രാഘവൻ നായർ പറയുകയാണ്. ഈ സമയത്താണ് മുറ്റത്ത് നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അർജുൻ ആകെ ടെൻഷനിലാണ്. അങ്ങ് അകത്തേക്ക് വരുമ്പോൾ പൊന്നി ചായ നീട്ടുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അവിടെ സെറ്റിയിലിരുന്ന് എന്തോ ആലോചനയിലാണ്. അന്നേരം എന്താടാ മോനെ, രോഹിത്തിൻ്റെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ ചോദിക്കുകയാണ്. അന്നേരം അത് അച്ഛാന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് എന്തോ അങ്ങ് ആലോചിച്ച് കൂട്ടുകയാണ് അർജുൻ. അത് അത്ര വരെ കാണിക്കുന്നുള്ളൂ. ഇതേസമയം വിഷ്ണുവിനെ ശാലിനിയും കൊണ്ട് ഇങ്ങനെ ശ്രീരഞ്ജിനി വരുമ്പോൾ വിഷ്ണു കൂടെ ഇങ്ങനെ ശ്രീരഞ്ജിനി നോക്കുന്നുണ്ട്. പക്ഷേ ഗൗരവഭാവത്തിൽ തന്നെ ശ്രീരഞ്ജിനി ഇരിക്കുകയാണ്. ശാലിനിയും ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ ഇങ്ങനെ തോണ്ടിയിട്ട് വിഷ്ണുട്ടാ ഇത് സത്യാമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയല്ലേ ചോദിക്കുകയാണ്. ശ്രീരഞ്ജിനി അത് കേൾക്കുന്നുണ്ട്. വിഷ്ണുവിനെ ശ്രദ്ധിക്കുമ്പോൾ എന്താ അവിടെ ഒരു സംശയം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്ന് ഗൗരവഭാവം വിടാതെ തന്നെ ശ്രീരഞ്ജിനി പറയുകയാണ്. അന്നേരം ഒന്നുമില്ലാന്നും പറഞ്ഞ് ശാലിനി അങ്ങ് പുറകിലത്തേക്ക് നീങ്ങിയിരിക്കുന്നുണ്ട്. ഇത് തുടർന്ന് അവർ കുറച്ച് സമയത്തിന് ശേഷം സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഇറങ്ങാൻ പറയുമ്പോൾ വിഷ്ണു ശാലിനിയെ അന്തം വിട്ട് നോക്കിയാണ്. അന്നേരവും ശ്രീരഞ്ജിനി അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഇറങ്ങുമെന്നും പറഞ്ഞ്. തുടർന്ന് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിള്ള അവിടെ നിന്ന് ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുന്നുണ്ട്. പിള്ളയും അങ്ങ് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരഞ്ജിനിയും വിഷ്ണുവും ശാലിനിയും ഒക്കെ പോലീസ് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് കണ്ടിട്ട്. അന്നേരം പിന്നെ മാഡം ഇവിടെ എന്തിനാന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ കൈവച്ചതിനോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനോ ഒന്നുമല്ല നിങ്ങളെ ഞാൻ ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവന്നത്. ഒരു വിധത്തിൽ നിങ്ങളെ അവിടെ നിന്ന് ഞാൻ രക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ്. നിങ്ങളുടെ കടയുടെ സർട്ടിഫിക്കറ്റോ ഒന്നും എനിക്ക് കാണണ്ട. ഇവിടേക്ക് കൊണ്ടുവന്നത് വേറൊരു ആവശ്യത്തിനാണ്. പിന്നെ ആ ചന്ദ്രബോസിന് 2 എണ്ണം കിട്ടേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ചെറ്റത്തരത്തിന് മീതെ തൊപ്പി വയ്ക്കുന്ന ആളാണ്. എനിക്കാണെങ്കിൽ അത് കൊടുക്കാൻ പറ്റില്ലല്ലോ, നന്നായേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം സോറി മാഡം, ശാലിനിയെ കൈവച്ചപ്പോഴാണ് ഞാൻ തടഞ്ഞത് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം അത് സാരമില്ല, പക്ഷേ ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നുവെങ്കിൽ അയാൾ വേറെ എന്തിനെങ്കിലും പോയേനെ. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും നടപടി ഉണ്ടായെന്ന് അയാൾ കരുതി കാണും. ഞാൻ ഇടപെട്ട സ്ഥിതിക്ക് അയാളിനി എന്തായാലും വേറൊന്നിനും പോയില്ല. പിന്നെ പോലീസുകാരനെ കൈവച്ചിട്ട് പഞ്ച് ഡയലോഗൊക്കെ പറയാൻ പറ്റുന്നത് സിനിമയിലാണ്, ഇങ്ങനെ ജീവിതത്തിൽ എന്തായാലും പറ്റില്ല. ഇനി മേലാൽ ആവർത്തിക്കരുത് എന്നൊക്കെ വിഷ്ണുവിന് താക്കീത് കൊടുക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് വരാൻ പറയുകയാണ്. അന്നേരം മാഡം ഇവിടെ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി ശ്രദ്ധിച്ചിട്ട് പറയുന്നുണ്ട്, ശാലിനി എന്നെ ചേച്ചി വിളി മാറ്റി മാഡം എന്ന് വിളിച്ചതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തായാലും വിളി ഇനി തുടർന്നോളൂ. കുറച്ച് നാളത്തേക്ക് ഇനി അങ്ങനെ മാഡം എന്ന് വിളിച്ചാൽ മതി. അതിനുള്ള കാരണം എന്താണെന്ന് അകത്ത് ചെല്ലുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും അങ്ങ് അകത്തേക്ക് ചെല്ലാൻ വിളിക്കുകയാണ്. അന്നേരവും അടിച്ചു നിൽക്കുമ്പോൾ വന്നേന്ന് ഒന്നുകൂടി ദേഷ്യത്തോടെ ശ്രീരഞ്ജിനി ദേഷ്യം കാണിച്ച് വിളിക്കുകയാണ്. ഇതേസമയം അകത്ത് പിന്നെ രാഘവൻ നായർ അർജുനോട് പറയുന്നുണ്ട്, അതേതായാലും നന്നായി, സുസ്മിത എന്തായാലും ഇനി രക്ഷപ്പെടാൻ പോണില്ലല്ലോ, അത് കാര്യത്തിലൊരു തീരുമാനമായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിള്ള ഓടി വന്ന് പറയുന്നത്, വിഷ്ണുമോനും ശാലിനി കുഞ്ഞും വന്നിട്ടുണ്ട്, കൂടെ പോലീസുകാരും എന്നിങ്ങനെ പറയുമ്പോൾ പോലീസോ എന്നിങ്ങനെ അവർ രണ്ടുപേരും കൂടി അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ശ്രീരഞ്ജിനി വിഷ്ണുവിനെയും ശാലിനിയൊക്കെ കൂട്ടി അകത്തേക്ക് കയറുന്നത്. തുടർന്ന് ശ്രീരഞ്ജിനി അകത്തേക്ക് കയറുന്നുണ്ട്. രാഘവൻ നായർ ഇരിക്കാനൊക്കെ പറയുകയാണ്. തുടർന്ന് ചായ കുടിക്കില്ലേ എന്ന് ചോദിച്ചിട്ട് പൊന്നിയോട് ചായ കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട്. ഇതേസമയം വിഷ്ണുവും ശാലിനിയും അകത്തേക്ക് കയറുന്നില്ല, പടിക്കൽ തന്നെ നിൽക്കുകയാണ് സിറ്റൗട്ടിൻ്റെ. കൂടെ വനിതാ പോലീസൊക്കെ ഉണ്ട് ഇവരുടെ കൂടെ. അന്നേരം നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്, അകത്തേക്ക് കയറാൻ പറയുമ്പോൾ വിഷ്ണുവും ശാലിനിയും വനിതാ പോലീസും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് സുസ്മിത ഇവിടെയല്ലേ താമസം, ഒന്ന് വിളിക്ക് എന്നിങ്ങനെ രാഘവൻ നായരോട് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. ഇതേസമയം സത്യഭാമ മുകളിലത്തെ ലാൻഡിങ്ങിൽ നിൽക്കുകയാണ്. അന്നേരം ഇവരെല്ലാവരെയും കാണുമ്പോൾ ഫാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഫാമ ആലോചിക്കുന്നത് പ്രീതിയുടെ റൂമിൽ തീ പിടിച്ച കാര്യമാണ് ആലോചിക്കുന്നത്. തുടർന്ന് താഴേക്ക് ഇറങ്ങി വന്ന ശേഷം ഫാമയും അവരോടൊപ്പം ഇരിക്കുന്നുണ്ട്. തുടർന്നും സുസ്മിത എവിടെ, ഒന്ന് വിളിക്ക് എന്നിങ്ങനെ വീണ്ടും ശ്രീരഞ്ജിനി പറയുമ്പോൾ എന്താ മാഡം കാര്യം എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം അർജുനും രാഘവൻ നായരും ഒക്കെ പരസ്പരം നോക്കുകയാണ്. അന്നേരം ജോലിയുടെ ഭാഗമാണ്, ഒന്ന് കാണാനാണ്, വിളിക്കുകയെന്ന് ഒന്നുകൂടി ശ്രീരഞ്ജിനി പറയുകയാണ്. ഇവിടെ ഇല്ലേ വിളിക്കുകയെന്ന് 2-3 വട്ടം പറയുമ്പോൾ ഫാമ പറയുകയാണ്, സോറി മാഡം ഇപ്പോൾ കാണാനായിട്ട് പറ്റില്ല, അവൾ പനി പിടിച്ച് കിടപ്പിലാണ്. പിന്നെ എൻ്റെ മോളുടെ റൂമിൽ തീ പിടിച്ച കേസിൻ്റെ കാര്യത്തിനാണ് മാഡം വന്നതെങ്കിൽ എനിക്കതിൽ യാതൊരു പരാതിയുമില്ല, അത് തികച്ചും യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ്. ചായ കുടിച്ച് കഴിഞ്ഞെങ്കിൽ മാഡത്തിന് പോവാം എന്നിങ്ങനെ അഹങ്കാരത്തോടു കൂടി സത്യഭാമ പറയുകയാണ്.
തുടർന്ന് ആ ചായക്കപ്പ് കുടിച്ചുകൊണ്ടിരുന്ന ആ ചായക്കപ്പ് അങ്ങ് താഴേക്ക് ടീപ്പോയിലേക്ക് വെച്ച ശേഷം ശ്രീരഞ്ജിനി പറയുകയാണ്, നിങ്ങളുടെ കോഴിക്കൂട്ടിലെ കോഴി വിഷം കഴിച്ച് ചത്തതും അയൽപ്പക്കത്തെ വീട്ടിലെ പട്ടിയെ കടിച്ചതിനുമുള്ള അന്വേഷണത്തിനൊന്നും വന്നതല്ല ഈ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനി. കൃത്യമായ ഒരു ക്രൈം നടത്തിയിട്ട് അതിൽ ഒളിച്ചിരിക്കുന്ന കുറ്റവാളിയെ പിടിക്കാനും എവിഡൻസ് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ശ്രീരഞ്ജിനി വന്നിരിക്കുന്നത്. രോഹിത് മിസ്സിംഗ് കേസിലെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് ഈ ശ്രീരഞ്ജിനി IPS എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങ് വായും തുറന്നിരിക്കുകയാണ് സത്യഭാമ. പക്ഷേ വിഷ്ണു, ശാലിനിയും അർജുനും രാഘവൻ നായരും ഒക്കെ അങ്ങ് സന്തോഷിക്കുകയാണ്. അങ്ങ് എന്തോന്നുപോലെ കോരിത്തരിക്കുന്ന ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്, കൈ കോർത്ത് പിടിക്കുന്നുണ്ട്. വിഷ്ണു അതേപോലെ അങ്ങ് പിടിച്ച് അവർ വിജയിച്ചു എന്നുള്ള ആ ഒരു രീതിയിൽ ആ ഒരു നിയമനം അവർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഇനിയിപ്പോൾ ശ്രീരഞ്ജിനി ആയിരിക്കുമ്പോൾ എന്തായാലും അന്വേഷണം തെളിയുമല്ലോ. സുസ്മിതയുടെ ഒരു വേലയും നടക്കാൻ പോകുന്നില്ല. പക്ഷെ അന്തം വിട്ടിരിക്കുകയാണ് സത്യഭാമ അന്നേരവും. തുടർന്ന് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, ഇല്ലെങ്കിൽ അവളുടെ പനിയൊക്കെ ഞാൻ മാറ്റി കൊടുത്തോളാം, ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവിടെ വന്ന് എടുക്കും ഞാൻ എന്ന് പറഞ്ഞുതരാം എന്ന് പറയുകയാണ്. അന്നേരവും ഒന്ന് വിളിച്ചോണ്ട് വരാനായിട്ട് പൊന്നിയോട് വീണ്ടും ശ്രീരഞ്ജിനി പറയുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, സത്യാമ്മയ്ക്ക് ഇതൊന്നും അത്ര ഇഷ്ടമായ കേസല്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് സത്യം തെളിയിച്ചേ മതിയാകും, വിളിച്ചോണ്ട് വാ അവളെ എന്ന് പറയുമ്പോൾ സത്യഭാമയും പൊന്നിയോട് ഇങ്ങനെ കണ്ണുകൊണ്ട് അങ്ങും കാണിക്കുകയാണ് വിളിച്ചോണ്ട് വരാനായിട്ട്. തുടർന്ന് പൊന്നി സുസ്മിതയെ വിളിക്കാനായിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേസമയം സുസ്മിത കട്ടിൽ എഴുന്നേറ്റൊക്കെ ഇരിക്കുകയാണ്. എത്രയെന്ന് പറ്റിയാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഫോണൊക്കെ എടുത്ത് ഓണാക്കി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുസ്മിതയെന്ന് വിളിച്ചുകൊണ്ട് പൊന്നി വരികയാണ്. അന്നേരം ദേ വരുന്നു, അടുത്ത മാറണമെന്നും പറഞ്ഞ് മൂടി പോച്ച് സുസ്മിതയും കിടക്കുകയാണ്. തുടർന്ന് മുകളിലേക്ക് അടുത്ത് ചെല്ലുന്ന പൊന്നിയാണെങ്കിൽ ഡി എന്ന് സുസ്മിതയെന്ന് ആദ്യം വിളിക്കുന്നുണ്ട്. അന്നേരം വേലക്കാരി ഇവളെന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്, എന്നെ വിളിക്കാനെന്നൊക്കെ അകത്ത് നിന്ന് സുസ്മിത മുറുമുറുക്കുകയാണ്. അന്നേരം ഡി എന്നിങ്ങനെ വിളിക്കുമ്പോൾ പോടി എന്നിങ്ങനെ തിരിച്ച് സുസ്മിതയും പറയുന്നുണ്ട്. പക്ഷെ അത് കേൾപ്പിക്കുന്നതായിട്ടല്ല, മനസ്സിൽ വിചാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തുടർന്ന് പൊന്നിയാണെങ്കിൽ ഷീറ്റ് അങ്ങ് വലിച്ചു മാറ്റുകയാണ്. അന്നേരം എന്താടിയും ചോദിക്കുമ്പോൾ നിന്നെ കൊണ്ടുപോകാനായിട്ട് താഴെ പോലീസ് വന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ സുസ്മിത അന്തം വിട്ട് നോക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ഭാവം അങ്ങ് മാറ്റിയിട്ട് എന്തിന് പോലീസുകാരെ പോവാൻ പറയാം, എനിക്ക് പനിയാണെന്ന് പറയുന്ന സുസ്മിത അങ്ങ് പറയുകയാണ്. അന്നേരം ഫാമാൻജിയുടെ മുന്നിലിട്ട് നിന്നെ ചവിട്ടി കൂട്ടുമെന്നോ ഇടിച്ച് നീരെടുക്കുമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു, നീ താഴേക്ക് വന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് കയറി വരുമെന്നാണ് പറയുന്നത്, നിന്റെ തീരുമാനം എന്താണ്, നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. പൊന്നിയാണെങ്കിൽ വേറൊരു പോലീസുകാരുടെ ഒരു പട്ടാള ചിട്ടയിലാണ് പൊന്നി സംസാരിക്കുന്നത്, അതേ ദേഷ്യത്തിൽ. അന്നേരം ഞാൻ വരാം എന്ന് പറഞ്ഞുതരാമെന്നും പറഞ്ഞ് ഷീറ്റ് ഒന്നുകൂടി വലിച്ചു മൂടുകയാണ്. അന്നേരം പൊന്നി വീണ്ടും അത് എടുത്ത് മാറ്റിയിട്ട് പറയുകയാണ്, പറ്റില്ല, നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ, നിന്നെയും കൊണ്ടേ ഞാൻ പോകുമെന്ന് പറയുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ അങ്ങ് പേടിച്ചെഴുന്നേറ്റ് പൊന്നിയുടെ കൂടെ വരികയാണ് താഴേക്ക്. ഇതേസമയം സത്യഭാമ ശ്രീരഞ്ജിനിയോട് പറയുന്നുണ്ട്, സർക്കാരിൽ രോഹിത്തിൻ്റെ കേസിൽ നല്ലൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് ഞാൻ തന്നെയാണ്. പക്ഷേ അതിന് ബന്ധമുള്ളവരോട്, അനുഭവമുള്ളവരോട്, പിന്നെ അടുപ്പമുള്ളവരാണ് വരുന്നതെന്ന് ഞാൻ കരുതിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആ സമ്മർദ്ദം ചെലുത്തുന്നത് ആരാണ് എന്നൊന്നും ഞങ്ങൾ അന്വേഷിക്കാറില്ല, നമ്മൾ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക, കൃത്യമായിട്ട് അന്വേഷിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്നിങ്ങനെ തിരിച്ച് ശ്രീരഞ്ജിനി മറുപടി കൊടുക്കുന്നുണ്ട്. സത്യഭാമയുടെ അതേ അഹങ്കാരത്തിന് തിരിച്ചടി നല്ലതുപോലെ മറുപടിയും ശ്രീരഞ്ജിനി കൊടുക്കുകയാണ്. ഈ സമയത്താണ് മോളിൽ ലാൻഡിങ്ങിൽ സുസ്മിതയും പൊന്നിയും കൂടി എത്തുന്നത്. ശ്രീരഞ്ജിനിയെ കാണുമ്പോഴോ സുസ്മിതയും ആകെ പേടിച്ച് ഇവരോ എന്നിങ്ങനെ പറഞ്ഞങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ ഇവിടെ സുസ്മിതയുടെ വേലത്തരം ഒന്നും നടക്കാൻ പോകുന്നില്ല. സുസ്മിത ഓർമ്മയില്ലാത്തതുപോലെയും തലചുറ്റലും ഒക്കെ അഭിനയിക്കും. പക്ഷേ ഇനി സുസ്മിതയ്ക്ക് വരാൻ പോകുന്നത് നുണ പരിശോധനയാണ് വരാൻ പോകുന്നത്. അതിലും ആദ്യം ഒരു രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കും, പക്ഷേ പിന്നീട് സുസ്മിത കുടുങ്ങുക തന്നെ ചെയ്യും. ഇനി എന്തായാലും അധികമില്ല, സുസ്മിതയ്ക്കുള്ള ജയിലിലേക്കുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.